മിഡിൽ ഈസ്റ്റ് ഒരുക്കുന്ന നെല്ലറ കസവുതട്ടത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. പവേർഡ് ബൈ സാൻഫോർഡ് ഇലക്ട്രോണിക്സ്. നെല്ലറ കസവുതട്ടത്തിലെ ഓരോ എപ്പിസോഡ് കഴിയുംതോറും മത്സരം മുറുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഫൈനൽ സിൽവറും 4 മത്സരാർത്ഥികൾ. ദുബായിലെ അൽനാസർ ലെഷർലാൻഡിൽ വെച്ച് നടത്തുന്ന ഗ്രാൻഡ് ഫിനാലയിൽ ഇവരെ കാത്തിരിക്കുന്നത് സ്ട്രോങ് ലൈറ്റ് സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസുകളാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പാടാൻ വരുന്നു ഹാഷിം. ഹാഷിം, ഇന്ന് എന്താ പ്രത്യേകത? ഇന്ന് ഇവിടെ ഒരു കോൽക്കളിയാണ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏത് റൗണ്ടാണ്? മാപ്പിള കലാ റൗണ്ടിൽ. മാപ്പിള കലാ റൗണ്ടാണ്. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടാവും അല്ലേ? സപ്പോർട്ട് ചെയ്യാൻ എടരിക്കോട് കോൽക്കളി സംഘം എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ല മാർക്ക് വാങ്ങിക്കാം. ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ് ഹാഷിം. താങ്ക് യു. ക്രൂരൻസിയാതും പട്ടാളവും വന്നു ചെയ്ത കരയിക്കും സംഭവം പാടുന്നു കേൾക്കുവീരെ. ക്രൂരൻസിയാതും പട്ടാളവും വന്നു ചെയ്ത കരയിക്കും സംഭവം പാടുന്നു കേൾക്കുവീരെ. കരളിൽ കാനിയും പൂമാൻ ഹുസൈൻ എന്നോരെ കർബല രക്ത കാളത്തിൽ ഷഹീദായോരേ. അരുമപ്പൂവായ ഹുസൈനും കുടുംബത്തിനും ഒരു തുള്ളി ദാഹ ജലം പോലും നൽകിടാതെ. അരുമപ്പൂവായ ഹുസൈനും കുടുംബത്തിനും ഒരു തുള്ളി ദാഹ ജലം പോലും നൽകിടാതെ എരിപോരി കൊള്ളുന്ന കർബലാത്തി മണലിൽ നരകിപ്പിച്ചേറെ സിയാദും രണമാടുന്നു. എരിപോരി കൊള്ളുന്ന കർബലാത്തി മണലിൽ നരകിപ്പിച്ചേറെ സിയാദും രണമാടുന്നു. കരളിൽ കാനിയും പൂമാൻ ഹുസൈൻ എന്നോരെ കർബല രക്ത കാളത്തിൽ ഷഹീദായോരേ. കണ്ണമിൽ ഹുസൈനോരും ധീരമായി പോരാടിയെ തുണയായി അലിയസ്കർ എന്ന മോനും കൂടിയെ. കണ്ണമിൽ ഹുസൈനോരും ധീരമായി പോരാടിയെ തുണയായി അലിയസ്കർ എന്ന മോനും കൂടിയെ. ക്ഷണനേരം കൊണ്ടിട്ട പൊന്നിൻ കാതിർമണിയെ രണദാഹികളും വധിച്ചു നിഷ്ഠൂരമായി. ക്ഷണനേരം കൊണ്ടിട്ട പൊന്നിൻ കാതിർമണിയെ രണദാഹികളും വധിച്ചു നിഷ്ഠൂരമായി. കരളിൽ കാനിയും പൂമാൻ ഹുസൈൻ എന്നോരെ കരു
പൂമാൻ താളർന്ന് പോയി പുണ്യദേഹവും ആവിടത്തിൽ ഷഹീദായി ദണ്ണം ഭാവിച്ചേറെ പൂമാൻ താളർന്ന് പോയി പുണ്യദേഹവും ആവിടത്തിൽ ഷഹീദായി മണ്ണും വിണ്ണാകെയും ഞെട്ടി വീറച്ച് പോയി കണ്ണീരാലിഞ്ഞു ചരിത്രങ്ങൾ ബാക്കിയായി മണ്ണും വിണ്ണാകെയും ഞെട്ടി വീറച്ച് പോയി കണ്ണീരാലിഞ്ഞു ചരിത്രങ്ങൾ ബാക്കിയായി കരളിൽ കാരിയുമ്പ പൂമാൻ ഹുസൈൻ എന്നോരെ കർബല രക്ത കാളത്തിൽ ഷഹീദായോരെ ക്രൂരൻ സിയാദും പട്ടാളവും വന്നു ചെയ്ത കരയിക്കും സംഭവം പാടുന്നു കേൾക്കുവീരെ കരളിൽ കാരിയുമ്പ പൂമാൻ ഹുസൈൻ എന്നോരെ കർബല രക്ത കാളത്തിൽ ഷഹീദായോരെ. മബ്രൂക്ക് ഹാഷിം, മബ്രൂക്ക്. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നേ? ഇത് എടരിക്കോട് കോൽക്കളി സംഘം. എന്തായാലും ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു. പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. വിയൻകുട്ടി മാസ്റ്റർ, കളി അതിമനോഹരമായിട്ട് കളിച്ചു. ഇങ്ങനെ തിരഞ്ഞെടുത്ത ഈണവും കോൽക്കളിപ്പാട്ടിലെ സാധാരണ കോൽക്കളിപ്പാട്ടുകാർ പാടുന്ന ഈണം തന്നെയാണ്. ഉടനെ ജൂമയിലെത്തിറങ്ങി നാടന്ന് ചെണ്ട്, അതെല്ലാം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കളികളാണല്ലോ ഈ കോൽക്കളി എന്ന് പറയുന്നത്. അവിടെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ പാട്ടിന് തിരഞ്ഞെടുത്ത ഗാനമുണ്ടല്ലോ, ഈണമെല്ലാം ശരി, പക്ഷെ ഇതൊരു ദുഃഖകരമായ ഒരു സംഭവമാണ്. കർബലയിലെ വളരെ ദുഃഖകരമായ അമ്പെയ്ത് കൊന്ന ഒരു സംഭവം, വളരെ കരഞ്ഞ് പാടേണ്ട ഒരു സംഭവമാണത്. അത് ഈ കളിക്ക് യോജിച്ച പാട്ടായില്ല തിരഞ്ഞെടുത്തത്. ഈണം എല്ലാം ശരിയാണ്, ഈണം ശരിയാണ്, കളിയാണെങ്കിൽ അതിമനോഹരമായി. പക്ഷെ അതിലുള്ള തകരാറ് വന്നത് ഈ കളിക്ക് ഈ പാട്ട് എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തില്ല. കാരണം കോൽക്കളിക്ക് ഇങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ പാടേണ്ട പാട്ട് ഈ കോൽക്കളി ആഹ്ലാദപൂർവമായിട്ടുള്ള ഈ കളിക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയൊരു പാട്ടിൻ്റെ കാര്യത്തിൽ പാട്ടൊക്കെ പാടിയിട്ട് ട്യൂണെല്ലാം നന്നായിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പാളിച്ച പറ്റി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. താങ്ക് യു മാസ്റ്റർ. മുരളി മാഷേ, തകർത്ത് കളഞ്ഞു. പാട്ടിന് ഈ മാഷ് പറഞ്ഞ പോലത്തെ ചില പ്രശ്നങ്ങൾ, അത് ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലല്ല എന്നുള്ള വിഷയം നമുക്ക് പാടിയത് നന്നായി. മാഷും പറഞ്ഞല്ലോ, പാടിയതിനല്ല പ്രശ്നം, പാട്ട് തിരഞ്ഞെടുത്ത വിഷയം. ചിലപ്പോൾ നിങ്ങളിത് നേരത്തെ അങ്ങനെ കളിക്കുന്ന പാട്ടായിരിക്കാം, അതൊന്നും അറിയില്ല. പക്ഷെ ഒരു പൊതുസംഗതിയിൽ വരുമ്പോൾ ഒരു വിമർശനം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ദുഃഖകരമായൊരു കഥ എടുത്തിട്ട് ഇങ്ങനെ മില്ലത്തേ എന്നിട്ട് കളിക്കേണ്ടതാണോ എന്ന് പറയുന്നൊരു വിഷയം വരും. അതാണ് മാഷ് സൂചിപ്പിച്ചത്. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾ ആ ചെയ്ത കാര്യത്തോട് നിങ്ങൾ വളരെ കൃത്യമായി നീതി കാണിച്ചിട്ടുണ്ട്. കോൽക്കളിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടില്ല. 16 കൊല്ലോ, എത്ര 18 കൊല്ലോ? 16 വർഷം. 16 വർഷം. അപ്പോൾ നിങ്ങൾ തന്നെ മതി എന്നാണോ? കേരളത്തിൽ വേറെ ആരും വേണ്ടെന്നാണ്? ഈ ആലിക്കുട്ടി ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ അത് കേട്ടില്ല, വളരെ പ്രശസ്തനായ ആളാണ്. ഏതായാലും അദ്ദേഹത്തിനെ സ്മരിക്കാൻ കഴിഞ്ഞത് തന്നെ നമുക്കിവിടെ ഒരു വലിയ ഭാഗ്യമാണ്. അത് നന്നായി, വളരെ നന്നായി. താങ്ക് യു മാഷേ. സിബലമ്മ, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആലിക്കുട്ടി ഗുരുക്കളുടെ ശിഷ്യരാണെന്ന് ശരിക്കും ഞങ്ങളെ കൊണ്ട് പറയിച്ചു.
അത്ര മനോഹരമായിരുന്നു നിങ്ങളുടെ കളികൾ. വളരെ നന്നായിട്ടുണ്ട്. പാടിയതും അതുപോലെ തന്നെ നന്നായിട്ട്. ഈണം ഇങ്ങനെ തന്നെയല്ലേ, അതിൻ്റെ അതായിട്ടുള്ള ആ ഒരു തനതായിട്ടുള്ള സ്റ്റൈലിൽ തന്നെ പാടിക്കൊടുത്തു. രണ്ടും കൂടെ വളരെ നന്നായി. താങ്ക് യു മാം. അപ്പം എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. ഇനി മാർക്ക് ചോദിക്കാൻ പെട്ടെന്ന് വി എൻ കുട്ടി മാസ്റ്റർ. വിഷമമുണ്ട് പറയാൻ. മാർക്ക് 25. 25 ഔട്ട് ഓഫ് 30. മാം 25. 25 അഗെയിൻ. മുരളി മാഷെ 25 തന്നെ. 3 പേരും 25 മാർക്ക് തന്നെയാണ് ഹാഷിമിന്റെ ഈ പെർഫോമൻസിന് നൽകിയത്. ഹാഷിം, ഇനി അപ്പിയറൻസിന് 10 എത്ര നോക്കാം? 10 9 മാർക്ക്. 9 ഔട്ട് ഓഫ് 10. 100-ൽ 84 മാർക്കാണ് ഹാഷിമിന്റെ ഈ പെർഫോമൻസിന് ലഭിച്ചത്. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നെല്ലറ കസവുതട്ടം പവേർഡ് ബൈ സാൻഫോർഡ് ഇലക്ട്രോണിക്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ശുദ്ധമായ മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള നല്ലൊരു പാട്ട്. അതിൻ്റെ ഇശലും ഇതൊക്കെ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളൊരു പാട്ട്, പിറ്റിയുടെ പാട്ട്. പാട്ട് അതിമനോഹരമായി പാടി. പക്ഷേ അനുപല്ലവിയിൽ കുട്ടി തെറ്റിച്ചു. അനുപല്ലവിയിൽ ശ്വാസം തടസ്സമുണ്ടായി, ഒരു വരി വിഴുങ്ങിപ്പോയി.